എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നുമില്ലെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എൻ്റെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ്, കുരുവില്ലാത്തത് വേണം എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു പിടി കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കേണ്ടതാണ്. പിന്നെ ഞാനിവിടെ ചുവന്ന മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അതും കുരുവില്ലാത്ത വേണം എടുക്കാനായിട്ട്. പിന്നെ 3 കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 1 കപ്പ് അളവിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതാകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് തമ്മിൽ ഒട്ടാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബാറ്ററിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കണം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു പോകും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് മറക്കാതെ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര പാൻ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അതിനുശേഷം നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് കളർ മാറി വരണം. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂട് മാറിയിട്ട് വേണം നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 3 തവണ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുത്തതിന് ശേഷം ആ വിസ്ക് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നാലും നമുക്ക് നന്നായിട്ട് ഈ ബേക്കിംഗ് പൗഡർ മൈദയോട് നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ. അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു ഏലക്കയുടെ അകത്തെ കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ മിക്സിയുടെ ജാറിലൊട്ടും നനവില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കുക. 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ക്യാരമൽ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ സിറപ്പ് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ആ ഒരു സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 നുള്ള് ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഗ്രാമ്പു കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു കേക്കിന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവാൻ പാടില്ല, നന്നായിട്ട് അടിച്ചെടുക്കണം. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാരമൽ സിറപ്പൂടെ ചേർത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു കളർ കിട്ടിയേക്കുന്നത്. അപ്പോൾ പ്ലം കേക്കിന് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ക്യാരമൽ സിറപ്പ് ചേർത്തേ പറ്റൂ. പിന്നെ നമുക്ക് മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ എല്ലാ മൈദയും കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ആക്കാനായിട്ട് നിൽക്കരുത്. കുറേശ്ശെയായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇനി ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് മൈദ കൂട്ടിയ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് ട്രെയിലാണോ കേക്ക് തയ്യാറാക്കുന്നത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ട്രെയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ കിസ്മിസോ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 45 മുതൽ 1 മണിക്കൂർ വരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചത്. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ ടൈം എടുത്തു ഇത് കുക്കായി കിട്ടാനായിട്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഞാനിത് ട്രേയിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്ക് റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് എല്ലാവരും ഉറപ്പായിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം. ബൈ, താങ്ക് യു.